ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. കിങ്ങിണിമാർക്ക് കുഴപ്പമൊന്നുമില്ല. ഇന്നലെ ഞങ്ങൾ പുറത്തൊന്ന് പോയപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഞങ്ങളുടെ ചിരിയും ഇങ്ങനെ ഒരു പുറത്തൊക്കെ പോകുമ്പോൾ ഉള്ള സന്തോഷവും ചിരിയെല്ലാം കാണുമ്പോൾ നമുക്ക് തന്നെ സന്തോഷം തോന്നും കേട്ടോ. ഈ ബ്രെയിനിലേക്ക് ഒരു സിഗ്നലും ഇല്ലാതിരുന്നിട്ട് അത്രയെല്ലാം കാണുമ്പം തന്നെ ഒരുപാട് സന്തോഷം തോന്നും. കാരണം ഇത്രയെല്ലാം വന്നത് തന്നെ സാറിൻ്റെ ഒരു കൈയുടെ ഒരു പവർ തന്നെയാണ് കേട്ടോ. ഒരു കൈ കൊണ്ട് മാത്രം ഇങ്ങനെ കുട്ടികളൊക്കെ ഇത്രയും മാറ്റം വരിക എന്ന് പറഞ്ഞാൽ അതും ബ്രെയിനിലേക്കുള്ള ഒരു സിഗ്നലിൽ നിന്നും ഇതുവരെ ഒരു മെഡിസിനും കണ്ടുപിടിച്ചതായിട്ട് നമുക്കറിയത്തില്ല. കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊന്നും ഇങ്ങനത്തെ പിള്ളേരെയും കൊണ്ട് ഇങ്ങനെ ഓടി നടക്കേണ്ട വരില്ലായിരുന്നല്ലോ. അങ്ങനെ അത് എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത ഒരു കാര്യമായിട്ടോ. ഈ പിള്ളേർക്ക് ഇത്ര ബ്രെയിനിൽ ഇങ്ങനെ മാറ്റം വരുന്നതല്ല നമുക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. അനുഭവിക്കുന്ന അവരുടെ ഒരു പേരൻസിന് മാത്രമേ അറിയത്തുള്ളൂ ഇവരുടെ ഈ പിള്ളേരെയും കൊണ്ടുള്ള അനുഭവിക്കുന്നത് എത്രത്തോളം വലുതാണെന്നുള്ളത്. അത്രയും വലുതാട്ടോ. അതൊന്നും പറഞ്ഞാൽ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത, പറഞ്ഞ് ഒരു വീഡിയോയ്ക്കകത്ത് 1 മിനിറ്റോ 2 മിനിറ്റോ 5 മിനിറ്റോ 10 മിനിറ്റോ ഒന്നും പറഞ്ഞാൽ തീരുന്ന ഒരു അവസ്ഥയല്ല ഇവരുടെ ഒന്നും. നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളും അത്രത്തോളം വലുതാണ്. പിന്നെ ഇവരെല്ലാം ഈ സന്തോഷം കാണുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഒരു അത്രയും നമ്മളും ചെയ്യുന്നതിന് നമുക്ക് ചെയ്യുന്ന ഫലം കാണുന്നുണ്ടല്ലോ എന്നുള്ള ഒരു കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സന്തോഷം. സാറിൻ്റെ അടുത്ത് എനിക്ക് പോകുന്നതിന് മുമ്പൊന്നും എനിക്ക് ഇങ്ങനത്തെ കുട്ടികളൊന്നും ഒരു പരിചയമില്ല കേട്ടോ. ഒരു പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാ കുട്ടികളും ഇങ്ങനെ തന്നെ കേട്ടോ. ഇങ്ങനെ ഒരുപാട് വീക്കുള്ള പിള്ളേരെല്ലാം കാണുമ്പോൾ ഇങ്ങനെ തന്നെയാണ് കുട്ടികൾ ചെയ്യുന്നതും അവരുടെ ആ ഒരു രീതികളും കണ്ണു പോകുന്നതും എല്ലാം നോക്കുമ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ തന്നെയാണ് വരുന്നത്. പിന്നെ അവരുടെ ശരീരത്തിൻ്റെ അവസ്ഥയ്ക്കെല്ലാം വ്യത്യാസമുണ്ട്, അതെല്ലാം കറക്റ്റ്. എല്ലാ കുട്ടികളും ഒരുപോലെയല്ല. ശാരീരികപരമായിട്ടെല്ലാം കുറേ കുട്ടികൾക്ക്, ചില കുട്ടികൾക്കെല്ലാം കുറേ മാറ്റങ്ങളുണ്ടാകും. എന്നാൽ ചില കുട്ടികളെല്ലാം വളരെ വീക്കായിരിക്കും. കിങ്ങിണിയൊക്കെ ഇങ്ങനെ വീക്കായ ഒരുപാട് പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാ രീതിയിലുള്ള കുട്ടികൾ പല രീതിയിലുള്ള കുട്ടികളാണ്. നമ്മൾ പല കുട്ടികളെ നോക്കുമ്പം പല രീതിയിലുള്ള കുട്ടികളാണ്. സാറിൻ്റെ കൈ കൊണ്ട് മാത്രം ഇത്രത്തോളം മാറ്റം വരുന്ന ഒരു ഭയങ്കര ഒരു മാറ്റം തന്നെയാണ് കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ സാറ് നോക്കാം കേട്ടോ, നമുക്ക് നോക്കാം, ശ്രമിക്കാം എന്നാണ് പറയുന്നത്. അതിൽ തന്നെ നമുക്കൊരു സമാധാനമാണ് ഏറെ. എത്രത്തോളം നമുക്ക് മാറ്റാൻ പറ്റും അത് നമുക്ക് ദൈവത്തിൻ്റെ കയ്യിൽ മാത്രം ഇരിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. നമുക്കതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം നമുക്ക് വിശ്വസിച്ച് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ എത്രത്തോളം മാറ്റം വരുന്നോ അതെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ മാത്രം ഇരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മളെപ്പോലുള്ള പേരൻസിനൊന്ന് ഉറങ്ങാൻ പറ്റുക, അല്ലെങ്കിൽ നോർമൽ രീതിയിലൊന്ന് ചിന്തിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെ വലിയ കാര്യങ്ങളാണ്. നമ്മുടെ ഒന്നും തിങ്കിങ് ലെവലും കുറേ ആകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കണ്ട് ഈ തലയുടെ എന്താ പറയണ്ടേ, നമ്മൾ എത്രത്തോളം ഏത് ലെവലിൽ നമ്മളും ചിന്തിക്കുന്നു, നമ്മൾ ഏത് ലെവലിൽ പോകുന്നു ഒന്നും ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ. ഓരോ കുട്ടികളെ പേരൻസ് ഇങ്ങനെ ഓരോ കുട്ടികളെ കൊല്ലുന്നെല്ലാം കാണുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്. പിന്നെ ഇങ്ങനത്തെ വയ്യാത്ത കുട്ടികളൊക്കെ അതും കേൾക്കുന്നുണ്ടല്ലോ, ഒരുപാട് കേൾക്കുന്നുണ്ട്. അപ്പം അതെല്ലാം കാണുമ്പം ഞാൻ വിചാരിക്കാറുണ്ട് അത്രത്തോളം ഗതി കെട്ടിട്ടുണ്ടാവും. കാരണം അവർക്ക് അത്രയും സമനില തെറ്റിയിട്ടാണല്ലോ ഒരു കുട്ടികളെ കൊല്ലുന്നത്. പക്ഷേ നോർമൽ കുട്ടികളെ കൊല്ലുന്നത് കേൾക്കുമ്പോഴാണ് സങ്കടം തോന്നുന്നത്. നമുക്കത്രയും ഒരു കുഴപ്പമില്ലാത്ത ഒരു കുട്ടികളെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് നമ്മൾ ചിന്തിച്ചു പോകും അന്നേരം. കാരണം അവരെങ്ങനെയെങ്കിലും കുറച്ച് ചെറിയൊരു പ്രായം കഴിയുമ്പം തന്നെ അവരെ ഏതെങ്കിലും രീതിയിൽ അവർ സ്വന്തം കാര്യം ചെയ്ത് ജീവിച്ച് പോയിക്കോളുമല്ലോ. എന്തിനാണ് കുട്ടികളെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് അതൊക്കെ കേൾക്കുമ്പോൾ വളരെ സങ്കടം തോന്നാറുണ്ട് കേട്ടോ. നമ്മളെപ്പോലുള്ള പേരൻസ് ഇങ്ങനത്തെ കുട്ടികളെ ഒരുപാട് ഇത്രത്തോളം സ്ട്രെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ കുട്ടികളെ കൊണ്ട് ജീവിക്കുന്നത്. എല്ലാ രീതിയിലും മെൻ്റലി ഫിസിക്കലിയും ഈ കുട്ടികളെ ഇങ്ങനെ ഓരോ രീതിയിൽ അവർ കാണിക്കുന്നതെല്ലാം കണ്ടിട്ടുള്ള ഒരു ജീവിതം എന്ന് പറയാൻ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദനകൾ മാത്രമാണ്. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ തരുന്ന ഈ സപ്പോർട്ടിന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. സബ്സ്ക്രൈബ് പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണമെന്നെല്ലാം പറയണം കേട്ടോ. നമ്മുടെ മുന്നോട്ട് എത്രത്തോളം പോകാൻ പറ്റുമോ അത്രത്തോളം പോകണം. അത് കിങ്ങിണിയുടെ ഒരു ട്രീറ്റ്മെൻറ്റും അവളുടെ എന്തെങ്കിലും ഒരു കാര്യത്തിനാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയേക്കുന്നത്. മെൻ്റലി എനിക്ക് നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളും വേറെ എല്ലാം ഇതിനെപ്പറ്റി മാത്രം ചിന്തിച്ചിരിക്കുമ്പോൾ ഉള്ളൊരു മെൻ്റലി സ്ട്രഗിൾ ഭയങ്കരമായിരുന്നു കേട്ടോ. ഇപ്പം പിന്നെ യൂട്യൂബിൽ എന്തിടണം എന്നുള്ളൊരു ചിന്താഗതിയും കൂടെ ആകുമ്പോൾ കുറച്ചൊരു മാറ്റം വന്നു. അതൊക്കെ തന്നെയാണ് ഞാനിത് തുടങ്ങിയത്. ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു.